യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയം പൊതുവെ ലോകം അറിഞ്ഞിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും വേറെ ആരും അങ്ങനെ പ്രതീക്ഷിക്കാത്തതുകൊണ്ടും ഈ വിഷയം പൊതുവെ പ്രസിദ്ധമാണ്. ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ചിന്തയിൽ അടയാളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ചിന്തയിൽ നാം വായിച്ചത് മത്തായി 24:12 അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇതായിരുന്നല്ലോ ചിന്തിച്ചത്. ഇന്ന് നാം അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 9-ാം വാക്യത്തിൽ നോക്കുക. അന്ന് അവർ നിങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. അപ്പൊ അടുത്ത അടയാളത്തിലേക്ക് നാം കടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഇപ്പോൾ അനേകായിരം വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും അനേകായിരങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. കർത്താവ് എല്ലാവരെയും കാണുന്നുണ്ടല്ലോ. എല്ലാവരുടെയും ആവശ്യം കർത്താവ് അറിയുന്നുണ്ടല്ലോ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഒക്കെ മനുഷ്യൻ പ്രശ്നം അനുഭവിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പല വീടുകളിലിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. നീ അവരെ സൗഖ്യമാക്കണമേ. നീ അവരെ വിടുവിക്കണമേ. ഇപ്പോൾ ഈ വചനം കേൾക്കാനുള്ള ഏകാഗ്രത നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ബന്ധവും കൂടിയാണ്. നിങ്ങൾ അറിയുന്നില്ല, ഇതേ സമയം കേരളത്തിൽ അനേക സ്ഥലങ്ങളിൽ അനേക ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവരിൽ ഒരാളായതിനാൽ ഇതൊരു കൂട്ടായ്മയാണ്. മാത്രമല്ല, ഈ സന്ദേശത്തിന്റെ പുറകിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവജനങ്ങളുണ്ട്. അങ്ങനെ അന്യോന്യം കാണാത്ത ഒരു വലിയ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ആയിരങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ സത്യം ഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിന്റെ ലക്ഷണത്തിൽ പല കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഇവിടെ വായിച്ച കാര്യങ്ങളിൽ 2 ഇന്ന് ചിന്തയിലേക്ക് നാം വരുന്നു. ഒന്ന്, ക്രിസ്തീയ പീഠ വർദ്ധിക്കും. വചനം ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ ഉപദ്രവത്തിനേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. 1 ഉപദ്രവം, 2 കൊല. ക്രിസ്തീയ പീഠ വർദ്ധിക്കും, രക്തസാക്ഷികൾ വർദ്ധിക്കും. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളിൽ മറ്റൊന്നാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു ഇതെന്ന് പറഞ്ഞു? AD 30 പറഞ്ഞു. നമ്മളിപ്പോൾ 2005 ഈ ബൈബിൾ വായിക്കുകയാണ്. നമ്മൾക്ക് ഇതൊന്നും നേരത്തെ വായിക്കാൻ സാധിച്ചില്ല. നമ്മൾ മിക്കവാറും ഒരു സങ്കീർത്തനം കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നല്ലോ കഴിഞ്ഞ 2000 കൊല്ലം. പിന്നെ ചുരുങ്ങിയ കാലം കോട്ടയിലും മുരിങ്ങൂരുമൊക്കെ ആളുകൾ ബൈബിൾ തുറക്കാൻ പ്രേരിപ്പിച്ചപ്പോഴല്ലേ പൊതുവെ കേരളത്തിൽ ബൈബിൾ തുറക്കാൻ തുടങ്ങിയത്. ആകെ കൂടെ സങ്കീർത്തനം വായിച്ച് നാം തൃപ്തിപ്പെട്ടിരുന്നു. എന്നാൽ യേശുതമ്പുരാൻ പറഞ്ഞ ഈ വചനങ്ങളൊക്കെ എന്തിനെ കാണിക്കുന്നു? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം വീണ്ടും പറയട്ടെ. കർത്താവിന്റെ ജനനം ഓർക്കണം എന്ന് പറഞ്ഞ യേശു ഒരു ഡേറ്റ് തന്നില്ല, ഓർക്കാൻ പറഞ്ഞില്ല. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ ആഘോഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ല. ചെയ്യുന്നതിന് വിരോധമില്ല, ഒരു നല്ല കാര്യം, ഓക്കെ. എന്നാൽ യേശു ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു: മടങ്ങിവരവ് ഓർക്കണം, മടങ്ങിവരവ് മറക്കരുത്, മടങ്ങിവരവ് മറക്കരുത്. ഇത് യേശു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടുകൂടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിന് മടങ്ങിവരവ് എന്നൊരു സംഭവം ഇല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നില്ലെന്ന് തന്നെ വിചാരിച്ചോണം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം കുരിശുമരണത്താൽ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് യേശു വരുമ്പോഴാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം അർത്ഥവത്താകണമെങ്കിൽ, ഫലവത്താകണമെങ്കിൽ യേശു മടങ്ങി വന്നേ തീരൂ. ആകയാൽ മടങ്ങിവരവെന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അംഗീകരിക്കേണ്ട വിഷയമാണ്. പക്ഷെ നാം ലോകത്തിന്റെ ചിന്തയിലും
ഉപജീവന ഭാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് കർത്താവിന്റെ വരവെന്നുള്ള വിഷയം നാം മനഃപൂർവ്വം മറന്നു കളയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഈ കാര്യം ശക്തമായ ഭാഷയിൽ ഓർപ്പിക്കുകയാണ്. ഈ ലോക ധനത്തിന്റെ വഞ്ചനയിലും ഉപജീവന ചിന്തയിലും ഭാരപ്പെട്ട് കുഴഞ്ഞ് മദ്യപാനത്താലും വിവിധ വിഷയങ്ങളാലും തളർന്ന് നിങ്ങൾ ഈ വിലപ്പെട്ട കാര്യം അവഗണിക്കരുത്, മറക്കരുത്. ഇത് ഓർപ്പിക്കുവാൻ കർത്താവ് ഇതാ ചിലരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ഇതിന്റെ അടയാളങ്ങളിൽ നാം മറ്റൊന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളെ ഉപദ്രവിക്കും, കൊല്ലും എന്ന് പറഞ്ഞു. ആരെ? 9-ാം വാക്യം നോക്കൂ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അപ്പൊ ഒന്ന്, ക്രിസ്തീയ പീഠ. 2, രക്തസാക്ഷി മരണം. ക്രിസ്തീയ പീഠ എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവിന്റെ നാമത്തെയോ വചനത്തെയോ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, അനുഗമിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുക. എന്തു പറയുന്നു? ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഞാനൊരു സ്ഥലത്ത് യേശുക്രിസ്തു ഒരു കുരുടന്റെ കണ്ണ് തുറന്ന കാര്യം പ്രസംഗിച്ചു. യേശുക്രിസ്തു കുരുടന്റെ കണ്ണ് തുറന്നപ്പോൾ ആ നാട്ടുകാരും ആ കുരുടനെ അനുമോദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ആദരിക്കുകയോ ചെയ്തില്ല. അതിന് പകരം അവനെ പള്ളിയിൽ നിന്ന് മുടക്കി. ഈ പ്രസംഗം കേട്ട ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആ ചെയ്തത് വളരെ അനീതിയായിപ്പോയി. ഞാൻ പറഞ്ഞു, ആ ചെയ്തത് അനീതിയായിപ്പോയി. പക്ഷെ ഇന്ന് ചെയ്യുന്നതോ? മദ്യപിച്ച് വഴി കിടക്കുന്ന ഒരു മനുഷ്യനെ ആരും ഇവിടെ സമൂഹത്തിൽ മുടക്കുന്നില്ല, അപമാനിക്കുന്നില്ല. എന്നാൽ ഒരുത്തൻ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തയ്യാറായാൽ അവനെ അപമാനിക്കുന്നു, അവനെ അവഹേളിക്കുന്നു, അവനെ ഒറ്റപ്പെടുത്തുന്നു. ഇത് ശരിയാണോ? ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്രിസ്തീയ പീഡ വർദ്ധിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ തന്നെ പീഡനം അനുഭവിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം, ഒരു ആശ്വാസവചനം പറയാം. യേശു കർത്താവിനെ വിശ്വസിച്ചത് നിമിത്തം, യേശു കർത്താവിനെ പിൻപറ്റുന്നത് നിമിത്തം, കർത്താവിന്റെ വചനം അനുസരിക്കുകയോ ആരാധിക്കുകയോ പ്രസംഗിക്കുകയോ സാക്ഷ്യം പറയുകയോ കർത്താവിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുകയോ ചെയ്യുന്നത് നിമിത്തം മാനസികമോ ശാരീരികമോ ആയ പീഡനങ്ങൾ അനുഭവിക്കുന്നവരോട് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം, പേജ് നമ്പർ 111, 15-18. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുകയും, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ക്രിസ്തീയ പീഡനം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളിൽ ഒന്നാണെങ്കിൽ പോലും പീഡനം ഒരിക്കലും സുഖമല്ലല്ലോ. പീഡനത്തിന് അതിൻ്റെതായ വേദനയുണ്ട്. പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ ഓർക്കുക, ഇത് യേശുദമ്പുരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ പതറരുത്. 16-ാം അധ്യായം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വാക്യം 33, പേജ് നമ്പർ 112. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആകയാൽ യേശു കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഓർക്കുക, ഈ സമൂഹത്തിൽ നിന്ന് അല്പം അവഗണനയോ ഒറ്റപ്പെടുത്തലോ തെറ്റിദ്ധരിക്കലോ നിങ്ങൾക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടണം. ഉണ്ടായെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. പല ദിവസങ്ങളായി നിങ്ങൾ വചനം കേൾക്കുന്നു. നിങ്ങൾ ഈ കേട്ട വചനം അനുസരിച്ച് വീട്ടിൽ ഒന്ന് പ്രവർത്തിച്ചു നോക്കുക. നിങ്ങൾ ഈ കേട്ട വചനം അനുസരിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുകയും ആരാധനയിൽ മാറ്റം വരുത്തുകയും ഇടപാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഓർക്കും. ഇത് നമ്മുടെ അവകാശമാണ്. ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ട.
ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വിഷയം ക്രിസ്തീയ പീഡനം വർദ്ധിക്കും കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട്. ആരംഭകാലങ്ങളിൽ ക്രിസ്തീയ പീഡ ശക്തമായിരുന്നു. യേശു കർത്താവിന്റെ മരണം, അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷി മരണം ഒക്കെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന കഥ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന ശ്രേഷ്ഠന്മാരായ ക്രിസ്തീയ പിതാക്കന്മാരെല്ലാം തന്നെ ക്രൂരമായി വധിക്കപ്പെടുകയായിരുന്നു. ഇതാണ് ക്രിസ്തീയ പാരമ്പര്യം. അവരൊക്കെ അങ്ങനെ മരിച്ചത് എന്തുകൊണ്ടാണ്? ചിന്തിക്കേണ്ടതല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയാവുന്നവർ നിഷേധിക്കത്തില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഏതെങ്കിലും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരെയെങ്കിലും ഉപദ്രവിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യൻ ആയുധം ഉപയോഗിച്ച ചരിത്രമുണ്ടോ? നാം ജീവിക്കുന്ന ഭാരതം കണ്ടതിൽ ഏറ്റവും ക്രൂരവും മൃഗീയവുമായ ഒരു ക്രിസ്തീയ പീഡയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും അവരുറങ്ങിക്കിടന്ന വാഹനത്തിലിട്ട് ചുട്ടുകരിച്ചത്. ഇന്ത്യ ഉള്ളിടത്തോളം കാലം ആ മാംസം കരിഞ്ഞ ഗന്ധം ഇന്ത്യയിൽ നിന്ന് പോകത്തില്ല. അതിനെതിരെ ഏത് കോടതി വിധി വന്നാലും ആരെന്ത് പറഞ്ഞാലും ശരി, ഇന്ത്യയുടെ മുഖത്ത് വീണ ഒരു കറുത്ത പാടാണത്. അത് മായ്ക്കാൻ അത്ര എളുപ്പം കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ എന്തു പറഞ്ഞു? ഞാൻ അത് അന്നേ ക്ഷമിച്ചു കഴിഞ്ഞു. അതിനെതിരെ കേസോ അന്വേഷണമോ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ ആ സഹോദരിയുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞത്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപദ്രവിച്ചവർക്ക് വേണ്ടി. ഇതാര് പഠിപ്പിച്ചതാണ്? സാക്ഷാൽ യേശുനാഥൻ പഠിപ്പിച്ചതാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഈ ക്രിസ്തീയ പീഡ നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവനെ ഇടത്തേത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞവൻ, വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കും, അതുകൊണ്ട് വാൾ ഉറയിലിടുക എന്ന് പഠിപ്പിച്ചവൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്ന് പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്ത യേശു അവന്റെ ശിഷ്യന്മാരാരെ ഉപദ്രവിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ചു നോക്കൂ. എന്നെ ക്ഷമ പഠിപ്പിച്ചത് യേശുവാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. ലോകം കണ്ടതിൽ യേശുവിനെ പോലെ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആരുണ്ട്? അവന്റെ യഥാർത്ഥ ശിഷ്യനെ ഒരു വാളോ കുന്തമോ കുറുവടിയോ ഇന്ന് വരെ കയ്യിലെടുക്കാത്ത ക്രിസ്തു ശിഷ്യനെ ക്രൂരമായി തല്ലി ചതച്ച് ചുട്ടുകരിച്ച് വെട്ടിനുറുക്കുവാൻ ആളുകൾക്ക് എങ്ങനെ കഴിയും? ഓർക്കുക, ഇത് പ്രവചന നിവൃത്തിയാണ്. പക്ഷേ ഈ തല്ലുകൊണ്ടവർക്കോ ഈ മുറിവേറ്റവർക്കോ ആർക്കും പരാതിയില്ല. കാരണം ഞാൻ വിവരിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. മരണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ക്രിസ്തീയ കാഴ്ചപ്പാട് മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് മരണം ലാഭമാണ്, നഷ്ടമല്ല. എവിടെ എഴുതിയിരിക്കുന്നു? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ വായിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, എനിക്ക് മരിക്കുന്നത് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തു. ഇത് തമാശ പറയുകയല്ല, അത് അർത്ഥവത്തായ പ്രസ്താവനയാണ്. ലാഭം എന്ന വാക്ക് ഒരു ബിസിനസ് വാക്കാണ്, കച്ചവട ഭാഷയാണ്. 50 രൂപയുടെ ഒരു സാധനം 55 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണ്, 50 രൂപയ്ക്ക് വിറ്റാൽ മുതലാണ്, 40 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമാണ്, ഒരു തുകയ്ക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തീരാ നഷ്ടമാണ്. അതേസമയം അത് 100 രൂപയ്ക്ക് വിറ്റാലോ ഭയങ്കര ലാഭമാണ്. പൗലോസ് പറയുന്നു, എനിക്ക് മരിക്കുന്നത് ലാഭം. ഇതെന്ത് ലാഭമാണത്? ഒരുപാട് ലാഭമുണ്ട്. നശിച്ചു പോകുന്ന, നിലനിൽക്കാത്ത,
കള്ളൻ കൊണ്ടുപോകുന്ന, തുരുമ്പ് പിടിക്കുന്ന, ദ്രവിച്ചു പോകുന്ന കുറെ സമ്പാദ്യങ്ങളെ വിട്ടിട്ട് കള്ളനോ പുഴുവോ തുരുമ്പോ എടുക്കാത്ത ദൈവരാജ്യത്തിലേക്ക് പോകുന്നത് ലാഭമല്ലേ? സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ഹൃദയം തുറന്ന് സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന കുറെ സ്നേഹിതരെ വിട്ടിട്ട് രക്തം തന്ന് സ്നേഹിച്ച കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത് ലാഭമോ നഷ്ടമോ? ചുരുങ്ങിയ ആയുസ്, കൂടിപ്പോയാൽ 100 വയസ്സുകൊണ്ട് തീരുന്ന ഈ മനുഷ്യായുസ് വിട്ടിട്ട് നിത്യതയിലേക്ക് പോകുന്നത് ലാഭമോ നഷ്ടമോ? ഈ ഭൂമിയിൽ വേണ്ടത്ര അംഗീകാരം ലഭിച്ച ആരും കാണത്തില്ല. ഏത് അവാർഡ് കിട്ടിയാലും, ഏത് പൊസിഷനിൽ വന്നാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് അല്പം കൂടി ഒരു അംഗീകാരം, അല്പം കൂടെ ആദരവ് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ്. അതെ, അർഹിച്ച അംഗീകാരം കിട്ടാത്ത ഈ മണ്ണിൽ നിന്ന് വിചാരിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ശ്രേഷ്ഠമായ അംഗീകാരം കിട്ടുന്ന പ്രാണപ്രിയന്റെ പാദപീഠത്തിലേക്ക് പോകുന്നത് ലാഭമോ നഷ്ടമോ? അതുകൊണ്ട് പൗലോസ് പറയുന്നു, എനിക്ക് മരിക്കുന്നത് ലാഭം. അപ്പൊ ലാഭക്കച്ചവടമാണ് മരണമെന്ന് മനസ്സിലാക്കിയ മിഷണറിയെ കൊല്ലുന്നത് എന്തൊരു മണ്ടത്തരാണ്. കാരണം നിങ്ങൾ അവന് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ കാശ് മുടക്കി ഗുണ്ടകളെ വെച്ച്, നിങ്ങൾ പൈസ മുടക്കി കത്തിയും വാളും കടാരയും ഉണ്ടാക്കി ഈ മിഷണറിക്ക് പെരുത്ത ലാഭം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് മിഷണറി പ്രതികരിക്കാത്തത്. ഈ സത്യം സുവിശേഷം വിശ്വസിക്കുന്നവരുടെ അകത്ത് കയറണം, രക്തത്തിൽ കടക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നുവരെ ആയുധമെടുക്കാത്തത്. ഒരു ബന്ദ് നടത്താനോ 1 or 2 വാഹനം തല്ലിപ്പൊളിക്കാനോ പഠിപ്പ് മുടക്കാനോ വേണ്ടി വന്നാൽ ചിലരെ കൊല്ലാനോ ഒന്നും അധികം ആൾബലം വേണ്ട. മരിക്കാൻ തയ്യാറായി 2-3 മനുഷ്യരിറങ്ങിയാൽ മതി. ഓർക്കുക, ഇന്ന് ഈ ഭൂമിയിൽ മരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഉള്ള മനുഷ്യരെ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏതിലായിരിക്കുമെന്നറിയാമോ? യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. അവർ മരിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് നന്മ ചെയ്തുകൊണ്ടും സേവനം ചെയ്തുകൊണ്ടും സ്നേഹം ഡൊണേറ്റ് ചെയ്തുകൊണ്ടും മരിക്കുവാനാണ് അവരുടെ സമർപ്പണം, ആയുധമെടുത്തിട്ടല്ല. ഇവിടെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. എന്താണ് നമ്മുടെ വിഷയം? ക്രിസ്തീയ പീഠ വർദ്ധിക്കുമെന്ന് യേശു പറഞ്ഞു. രണ്ടാമതോ, രക്തസാക്ഷി മരണം വർദ്ധിക്കുമെന്ന് യേശു പറഞ്ഞു. രക്തസാക്ഷി മരണം വർദ്ധിക്കും. നിങ്ങൾ ഒരു മാസത്തെ പത്രം, ഈ കഴിഞ്ഞ ഒരു മാസത്തെ പത്രം അടുക്കി വെക്കൂ. അതിനകത്ത് ഏതെങ്കിലും ഒരു മിഷണറിയെ കൊന്ന ഫോട്ടോ കാണും. അതിന്റെ തലേമാസം എടുത്തു നോക്കൂ. ഇന്ത്യയിൽ, ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്രിസ്തീയ മിഷണറിയുടെ കഴുത്ത് വെട്ടിയ കഥ കാണും. പുരോഹിതനെ കൊന്നു, പാസ്റ്ററെ കൊന്നു, സുവിശേഷകനെ കൊന്നു, കന്യാസ്ത്രീയെ ഉപദ്രവിച്ചു. ഈ വാർത്തകളില്ലാതെ ഒരു മാസത്തെ പത്രം അടുക്കി വെക്കാൻ പറ്റൂല. കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റ് ഈ വിഷയത്തിൽ വളരെ നന്നായി മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ചിലരൊക്കെ കണ്ണടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ വളരെ നന്നായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷെ ഇതൊന്നും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഇന്നത്തെ വിഷയം പീഡനത്തെ എങ്ങനെ കാണാമെന്നുള്ളതല്ല, പീഡനത്തിന്റെ അർത്ഥം എന്താണ്, അത് നമ്മുടെ വിഷയം. പീഡനത്തെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളൊരു വിഷയമേ നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം ഇതെല്ലാം നേരത്തെ യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇത് എന്തിനെ കാണിക്കുന്നു? ഇത് വർദ്ധിക്കുമ്പോൾ കർത്താവിന്റെ വരവടുത്തു എന്നാണ് ഒരു ക്രിസ്തു ശിഷ്യൻ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളിൽ ഇതും ഉണ്ട്. രക്തസാക്ഷി മരണം വർദ്ധിക്കുന്നു. ഇവിടെ മാത്രമല്ല, അനേക രാജ്യങ്ങളിൽ സുവിശേഷ പ്രവർത്തകരെ വകവരുത്തുന്നു. അതെ, രക്തസാക്ഷി മരണം വർദ്ധിക്കുന്നു, ക്രിസ്തീയ പീഠ വർദ്ധിക്കുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനെക്കുറിച്ച് പലരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകോപനപരമായി പ്രസംഗിച്ചതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത്? അല്ല, പ്രകോപനപരമായി പ്രസംഗിച്ചിടത്തൊന്നുമല്ല ഇവിടെ പ്രശ്നം കണ്ടത്.
കുഷ്ഠരോഗികളുടെ മുറിവ് കഴുകി കെട്ടിയ ഗ്രഹാം സ്റ്റെയിൻസ് പ്രകോപനപരമായി എന്ത് പ്രസംഗിച്ചു? പ്രസംഗിച്ചിട്ടേ അല്ലല്ലോ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അപ്പൊ പ്രകോപനപരമായ പ്രസംഗം കൊണ്ടല്ല. മതം മാറ്റമാണോ? അല്ല. യേശുനാഥന്റെ അന്ത്യകൽപ്പനയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകലസൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, അവരുടെ അകത്തൊരു ക്രിസ്തുവിനെ വളർത്തുക. ഇതാണ് സുവിശേഷ പ്രവർത്തകൻ ചെയ്യുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളും പീഡനങ്ങളും വാസ്തവത്തിൽ ഒരു അനുഗ്രഹമായിട്ടാണ് കർത്താവായ യേശു പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ എങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം? ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചത് സുവിശേഷം പറയണ്ട, എല്ലാം ഒന്നുപോലെയാണ് എന്നൊരു ധാരണയിൽ മൗനമായിരിക്കുക. ഓക്കെ, മൗനമായിരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ യേശുവിനെ അനുസരിക്കുന്നവന് സുവിശേഷം പറയാതിരിക്കാൻ കഴിയുകയില്ല. യേശു വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പണം കൊടുക്കാനോ നേർച്ചയിടാനോ മെഴുകുതിരി കത്തിക്കാനോ വെളിച്ചെണ്ണ ഒഴിക്കാനോ ഒന്നും യേശു ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ പിണങ്ങരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച കാര്യം വീണ്ടും ഓർപ്പിക്കാം. പറഞ്ഞില്ല, ഉയർപ്പ് കൊണ്ടാടാൻ പറഞ്ഞില്ല, മടങ്ങിവരവ് ഓർക്കാൻ പറഞ്ഞു. പറയാത്തത് ചെയ്യുന്നു, പറയുന്നത് ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം, ഭൂലോകത്തിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു, പെരുന്നാൾ നടത്താൻ പറഞ്ഞില്ല, വഴിപാട് കഴിക്കാൻ പറഞ്ഞില്ല, വെളിച്ചെണ്ണ മെഴുകുതിരി തുടങ്ങിയുള്ള ചടങ്ങുകളൊന്നും ഈശോമിശിഹ പറഞ്ഞില്ല. ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ, അത് അവരവരുടെ വിശ്വാസാചാരം അനുസരിച്ച് ഏത് മതകർമ്മങ്ങളും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് ഒരു ശതമാനം പോലും കുറ്റമായിട്ടല്ല ഈ പറയുന്നത്. പക്ഷെ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറയാത്തതെല്ലാം ഈശോമിശിഹയുടെ നാമത്തിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഭക്തൻ മരിച്ച് ശവമടക്കിയ സ്ഥലത്തേക്ക് നടക്കുക, നല്ല കാര്യമാണ്. അതൊക്കെ ഒരു ബഹുമാനം, ഭക്തിയുടെ ഭാഗമല്ലേ? അതിനെയൊന്നും ഞാൻ വിമർശിക്കുകയില്ല. പക്ഷേ ചെയ്യാൻ പറയാത്ത കാര്യങ്ങൾ അതിഭക്തിയോടെ ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയേ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ കാര്യമായ എന്തോ പെശക് നമുക്ക് പറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നടപ്പ് നടന്ന് നിങ്ങൾ യേശുവിന്റെ സുവിശേഷം പറയൂ. വേലി കൊണ്ട് നടന്ന് നാം കബറിലേക്ക് പോകുന്ന ആ സമയത്ത് യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഗോൽഗോഥാ കുന്നിലേക്ക് നടന്ന് നിങ്ങളുടെ പാപങ്ങളെ പ്രായശ്ചിത്തമായി യാഗമായ കാര്യം പറയൂ. പറയാൻ പറഞ്ഞത് ചെയ്യുന്നില്ല, ചെയ്യാൻ പറയാത്തത് അതിഭക്തിയോടെ നാം ചെയ്യുന്നു. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമില്ലേ? നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണല്ലേ? എന്താണ് നമ്മുടെ വിഷയം? കർത്താവിന്റെ മടങ്ങിവരവ്. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? കർത്താവിന്റെ മടങ്ങിവരവ് നിങ്ങൾക്ക് പ്രയോജനമാകണമെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, സുവിശേഷീകരണം അതിവേഗത്തിൽ നടക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? യേശുവിന്റെ മടങ്ങിവരവ് സമീപിച്ചിരിക്കുന്നു. ഈ സുവിശേഷം ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പ്രസംഗിക്കാൻ ആളുകൾ കുറവാണെങ്കിലും പ്രസംഗം ഇപ്പോൾ കൂടുതലാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ഓടിയതിന്റെ 100 ഇരട്ടിയാണ് ഈ ഒരു വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷം കൊണ്ട് സുവിശേഷീകരണം വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ ഈ 5 കൊല്ലം കൊണ്ട് അതിന്റെ 100 ഇരട്ടി സ്പീഡിലാണ് ഓടുന്നത്. ഇനി അടുത്ത 1 വർഷം കൊണ്ട് സുവിശേഷീകരണം മിന്നൽ വേഗത്തിൽ നടക്കും. അതാണ് ഇപ്പോൾ ഈ ടെലിവിഷൻ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? കർത്താവിന്റെ വചനം പ്രമാണിക്കുവാൻ ഇനിയെങ്കിലും നമുക്ക് ഒരുങ്ങാം. അവന്റെ വചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞ് വ്യർത്ഥമായ കർമാചാരങ്ങൾക്കകത്ത് കുടുങ്ങി നാം നശിച്ചു പോകാതെ കർത്താവിന്റെ വചനം എന്തു പറയുന്നു എന്ന് അന്വേഷിച്ച് കർത്താവിന്റെ വചന പ്രകാരം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളുടെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ നിർത്തുന്നു. പ്രാർത്ഥിക്കാം.
മാന്യ സ്നേഹിതർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ വന്ദനം. ദൈവവചനം കേൾക്കാൻ ഇതാ ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബൈബിൾ കയ്യിലെടുക്കുക. തുടർന്നുള്ള ചില മിനിറ്റുകൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്ന് വേദപുസ്തകം തുറന്ന് നോക്കാവുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് പുസ്തകം എടുക്കുക. ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ചില മിനിറ്റുകൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ, ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാം. തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്, ജോലി തിരക്കുകളുണ്ട്, ബന്ധപ്പാടുണ്ടെങ്കിൽ പോലും ദൈവവചനം ശ്രദ്ധിക്കുന്നത് മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജോലി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. രാവിലത്തെ സമയം കർത്താവിന് വേണ്ടി അല്പ മിനിറ്റുകൾ മാറ്റിവെക്കൂ. 24 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് ദൈവം സൗജന്യമായിട്ട് തരുന്നുണ്ടല്ലേ? ആ സമയത്തിൽ നിന്ന് ഒരര മണിക്കൂർ എന്തുകൊണ്ട് മാറ്റിവെച്ചുകൂടാ? നമ്മൾ ഒരു തീവണ്ടി യാത്രയ്ക്ക് വേണ്ടി പോകുന്നു. പെട്ടെന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ് ആണ്. നിങ്ങൾ ആ 1.5 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ ബെഞ്ചിൽ കുത്തിയിരിക്കും. ആ സമയം നിങ്ങൾക്ക് നഷ്ടമായില്ലേ? ഇതുപോലെ ജീവിതത്തിൽ എത്രയെത്രയോ സമയങ്ങൾ വെറുതെ പോകുന്നു അല്ലേ? ഇതാ ഒരര മണിക്കൂർ വിലപ്പെട്ട സമയം പ്രഭാതത്തിൽ ഇതിനു വേണ്ടി മാറ്റിവെക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കാൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നന്നായോ? ഒടുവിലെല്ലാം നഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. രാവിലെ അല്പസമയം നമുക്ക് വചനം ധ്യാനിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ തിരുസന്നിധിയിൽ വരുന്നു. വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ശ്രോതാക്കൾക്ക്, ഈ അപ്പച്ചൻ, അമ്മച്ചി, സഹോദരൻ, സഹോദരി, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധയുള്ളവരായിരിക്കാൻ, ആരോഗ്യത്തോടെ കേൾക്കാൻ, സന്തോഷത്തോടെ കേൾക്കാൻ സുഖകരമായ കാലാവസ്ഥ നൽകണമേ. ടെലിവിഷനെ കാക്കണമേ. കറണ്ട് പോകാതെ സൂക്ഷിക്കണമേ. എല്ലാവർക്കും നല്ല ക്ലിയറായിട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങൾ നൽകണമേ. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളുടെ പുസ്തകം തുറക്കാം. പേജ് നമ്പർ 85. പുതിയ നിയമത്തിൽ 85-ാമത്തെ പേജിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 26-ാം വാക്യം. 21-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരായി പോകും. ഇതെന്തിനെ കുറിച്ചാണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാണിത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 21:7. ഗുരു, അതെപ്പോഴുണ്ടാകും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? മത്തായി 24:3, ലൂക്കോസ് 21:7. കർത്താവേ, അങ്ങയുടെ മടങ്ങിവരവിന്റെ അടയാളം എന്താണ്? ഈ യുഗത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും? അതിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ യേശു ഏറെക്കുറെ 10-15 അടയാളങ്ങളോളം അവിടെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിലും സൂക്ഷിച്ചാൽ പഠിക്കാം. ഈ അടയാളങ്ങളെ കുറിച്ച് നാം പഠിക്കുകയാണ്. ഇതാ ഒരടയാളം. എന്താണ് ആ അടയാളം? ഈ യുഗത്തിന്റെ അവസാനം, ലോകാവസാനം എന്ന ആളുകൾ പറയുന്ന ആ ഭീകര ദിവസത്തിന്റെ ലക്ഷണങ്ങൾ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ഇതാ ഒരു കറക്റ്റ് ഒരു അടയാളം പറഞ്ഞിരിക്കുന്നു. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നു, അതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് മനുഷ്യർ നിർജീവന്മാരാകുന്നു. ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കണം. ആകാശത്തിന്റെ
നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഒരു പ്രവചനം ബൈബിളിൽ കിടപ്പുണ്ട്. ആകാശത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന്. ആകാശത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലായാൽ ഭൂമിയുടെ നിലനിൽപ്പോ? ഒരൊറ്റ മനുഷ്യനും ജീവിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ അറിയില്ല. നമ്മൾ പഴയതിനേക്കാൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് അറിഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ. ഈ സൂര്യൻ പ്രകാശിക്കുന്നതിന്റെ പുറകിൽ എത്ര ലിറ്റർ ഇന്ധനം ചെലവാകുന്നു എന്ന കാര്യത്തിൽ കറക്റ്റ് കണക്ക് നമുക്കറിയുമോ? സൂര്യപ്രകാശം എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? അതിനെക്കുറിച്ച് സൂക്ഷ്മ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ പ്രകാശം സഞ്ചരിക്കുന്നു. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ സ്പീഡിലാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലോട്ട് വരുന്നത്. ഈ കാര്യം അളന്നു നോക്കിയവരാരും നമ്മളുടെ കൂട്ടത്തിലില്ല. ഇതൊരു ശാസ്ത്രീയ പ്രസ്താവന നാം അംഗീകരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന ആ പ്രകാശം ഒരു വർഷം അങ്ങനെ സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകും? അതാണ് ഒരു പ്രകാശ വർഷം. ഈ ശാസ്ത്രീയ ഭാഷകളൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ച് കടിച്ചാ പൊട്ടാത്തൊരു സാധനമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകാം. എന്താണ് ആകാശം? നമുക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ആകാശം എന്ന് പറയുന്നത് ഒരു സാധനമല്ല, പല പാളികളാണ്. അതൊക്കെ ഇപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചു. അതിനെന്താ തകർച്ച സംഭവിച്ചു എന്ന് പറയുന്നേ? അത് മുഴുവൻ തകർന്നു കിടക്കുകയാണെന്ന്. നമുക്ക് നമ്മുടെ വീടിന്റെ മൂലയിൽ ഈ മൂല ഇടിഞ്ഞു പോണ കാര്യം നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ അലമാരിക്കകത്തിരിക്കുന്ന ഷർട്ടോ പാന്റോ എലി വെട്ടിയ കഥ നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ വണ്ടിയുടെ പ്രധാനപ്പെട്ട പാർട്സ് ഇളകിപ്പോയ കഥ നമ്മൾ അറിയാതിരിക്കുമ്പോൾ ആകാശത്തിന്റെ പാളികൾ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യമല്ല, നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലത്. പക്ഷേ ഇവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഭൗമ ഉച്ചകോടി എന്ന് പറഞ്ഞൊരു സംഭവം നടന്നു. ഭൗമ ഉച്ചകോടി വായിച്ചിട്ടുള്ളവർക്കറിയാം. അന്നത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ജോർജ് ബുഷ്, കൂടാതെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു, ബോറിസ് യെൽസിൻ, ഇവരൊക്കെയാണല്ലോ വൻകിട ലീഡേഴ്സ്. ഇവരൊക്കെ കൂടെ ചേർന്നാണ് ഭൗമ ഉച്ചകോടി വിളിച്ചു കൂട്ടിയത് വർഷങ്ങൾക്ക് മുമ്പ്. എന്തിനു വേണ്ടി വിളിച്ചു കൂട്ടി? ആകാശപാളികൾ തകരുന്നു, ഓസോൺ പാളികൾക്ക് കേടുപറ്റിയിരിക്കുന്നു, ഇന്ത്യയുടെ വലിപ്പമുള്ള ഒരു കീറൽ, ഒരു വിള്ളൽ അതിനകത്ത് കാണുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരെ 24 മണിക്കൂറും ഒരുവിധം പുരോഗമനമുള്ള വളർച്ചയുള്ള രാഷ്ട്രങ്ങളിൽ 24 മണിക്കൂറും ഇത് നിരീക്ഷിക്കാൻ ഒരു വലിയ സമൂഹം ബുദ്ധിജീവികൾ ഇരിപ്പുണ്ട്. അവരോരോ ദിവസം കഴിയും തോറും ഇതിന്റെ വിള്ളൽ വലുതാകുന്നു. ആകാശപാളികളുടെ വിള്ളൽ, അതിന്റെ തകർച്ചയെ കുറിച്ച് അവർ പഠിക്കുന്നു. ഒരാൾ എഴുതിയിരിക്കുന്നത് TB ബാധിച്ച ഒരു ആളുടെ പതപ്പ എന്ന് പറയുന്ന ആ അവയവം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഈ സാധനം തകർന്നിരിക്കുന്നു. ആകാശ പാളികൾ ഒരു ഭാഗം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഇത് തകർന്നാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് തകർന്നാൽ ഭൂമിയിൽ ചൂട് കൂടും. അതായത് ഈ സൂര്യരശ്മി, ഈ 1,86,000 മൈൽ സ്പീഡിൽ വരുന്ന ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ അതിപ്രധാനപ്പെട്ട പല ഫിൽറ്ററിനകത്തൂടെ കടന്നാ വരുന്നത്, അരിപ്പകൾ. ഈ ഓരോ അരിപ്പയും ഓരോ സാധനം തടഞ്ഞു വെക്കും അവിടെ.
മണലരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പലതരം അരിപ്പകളുണ്ട്. സ്മൂത്തായിട്ടുള്ള ചില വർക്ക് ചെയ്യാൻ ഏറ്റവും കട്ടി കുറഞ്ഞ അരിക്കും. അതേസമയം കോൺക്രീറ്റിന് വേറൊന്നാണ്. ഇതുപോലെ ഈ രശ്മിയെ അരിച്ചരിച്ച് താഴേക്ക് വിടുന്നത്. എന്തുകൊണ്ട്? ഇതിനകത്തൂടെ വരുന്ന ഒരു പ്രത്യേകതരം രശ്മി മനുഷ്യനും മൃഗങ്ങൾക്കും ജീവഹാനി വരുത്തും. അത് വന്ന് അടിച്ചാൽ ശരീരം അപ്പോഴേ പൊള്ളിപ്പോകും, കണ്ണപ്പോഴേ ദ്രവിച്ചു പോകും. ഒരു ജീവിക്ക് ഇവിടെ നിലനിൽപ്പില്ല സൂര്യപ്രകാശം നേരിട്ടിഞ്ഞ് വന്നാൽ. അപ്പൊ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അരിപ്പ കീറി ഭൂലോകം തീ കത്താൻ പോവുക. എല്ലാരും പറയുന്നുണ്ടല്ലോ ചൂട് കൂടുതലാ, പഴയതിനേക്കാൾ ചൂട് കൂടുതലാ. സാധാരണക്കാരൊക്കെ വീട് എയർ കണ്ടീഷൻ ആക്കുന്നു. എന്താ പ്രശ്നം? ഓരോ വർഷം കഴിയുന്തോറും ഓവർ ഹീറ്റ് ആകുന്നു. സൂര്യൻ ഭയങ്കരമായിട്ട് പഴുത്തു. അതല്ല വിഷയം. ഈ അരിപ്പ തകരാറിലായിരിക്കുന്നു. മനുഷ്യന് വേണ്ടി ദൈവം വെച്ച പ്രകൃതിയിലെ വാസ്തവത്തിൽ എയർ കണ്ടീഷനാണ് ഈ തലയ്ക്ക് മുകളിൽ കാണുന്നത്. ഈ സൂര്യരശ്മിയിൽ ഒരു നല്ല ഭാഗം സസ്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഈ രശ്മിക്കകത്ത് വേറൊരു ഭാഗം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ വെയിൽ കൊള്ളിക്കുന്നത് കാണാം. ആ സൂര്യരശ്മിയിൽ നിന്നൊരു ഭാഗം ആ കൊച്ചു കുഞ്ഞിന്റെ ത്വക്കിന് ഷേപ്പ് വരുത്തുന്നതാണ്, നിറം കൊടുക്കുന്നതാണ്. അപ്പോൾ അത് മനുഷ്യന് ആവശ്യമുണ്ട്, സസ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ ചില സസ്യങ്ങൾ വളരുകയില്ല, നന്നാവില്ല. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മൃഗങ്ങൾക്കും മനുഷ്യനും ആവശ്യമുള്ള മറ്റൊരു ഭാഗം. പക്ഷേ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും കേടുവരുത്തുന്ന മറ്റൊരു ഭാഗം ഇതിനകത്തോട് വരുന്നുണ്ട്. ഇതിനെ അല്പം പോലും താഴേക്ക് വിടാതെ ഈ അരിപ്പകൾ തടഞ്ഞു നിർത്താനാണ് ദൈവം ഈ ആകാശപ്പാളികളെ മുകളിൽ വെച്ചത്. പല പല തട്ടുകളിൽ അരിച്ചു വേണം അത് താഴേക്ക് വരാൻ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് തകർന്നു എന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഇരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ വൻകിട നേതാക്കന്മാർ കൂടി ചർച്ച ചെയ്തു. ഭൂമി തീ കത്താൻ പോകുന്നു, ഈ നിലയിൽ ഇനി മുന്നോട്ട് അധികം പോവുകയില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടി. അത്രേ. എന്നിട്ടോ ചില കാരണങ്ങൾ കണ്ടെത്തി. ഇവിടെ നിന്ന് മുകളിലേക്ക് കുറെ സാധനങ്ങൾ വിട്ടിട്ടുണ്ട്. ഉപഗ്രഹം, റോക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് മേലോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അമിത ഉപയോഗം ഇതിനെ തകർത്തിരിക്കുന്നു. പിന്നെ പല പല കാരണങ്ങൾ അവരതിന് ഉദ്ധരിക്കുന്നു. ഏതായാലും സംഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഈ സംരക്ഷണ വലയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യേശു പറഞ്ഞ വാക്കിലേക്കൊന്ന് നോക്കൂ. ലൂക്കോസ് 21:26. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ. ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഈ കാര്യം അന്നത്തെ ഭാഷയിൽ എഴുതാൻ പറ്റുമോ? AD 100 മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിൽ ഈ ഓസോൺ പാളികളുടെ തകർച്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഏതെങ്കിലും പുസ്തകം ഭൂമിയിലുണ്ടോ? ഇത് മരിക്കുമ്പം വായിക്കാനുള്ള പുസ്തകമല്ല. ചിന്തിക്കാൻ കഴിവുള്ളവർ ഭൂമിയിൽ ആയുസ്സും സുബോധവും ആരോഗ്യവും ഉള്ളപ്പോൾ നന്നായി വായിച്ച് ചിന്തിച്ച് സത്യം ഗ്രഹിച്ച് കർത്താവിനെ അറിയുവാനാണ് ഈ പുസ്തകം തന്നത്. ആരെങ്കിലും ഒരാൾ ഇഹലോകവാസം വെടിഞ്ഞു കഴിയുമ്പോൾ തപ്പിയെടുത്ത് ശവടക്ക് തീരുന്നത് വരെ ഇരുന്ന് വായിക്കുവാനുള്ള ഒരു പുസ്തകമല്ലിത്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിന്റെ വചനമായ ബൈബിൾ. ഇതിനെ തരം താഴ്ത്തി കളഞ്ഞു. മരിക്കുമ്പോൾ വായിക്കുവാനുള്ള പുസ്തകം എന്ന ധാരണ ജനഹൃദയങ്ങളിൽ വരുത്തിയത് ആരാണെങ്കിലും അതൊരു അപരാധം തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ പുസ്തകം തുറക്കാൻ നാം അനുഗ്രഹിക്കപ്പെടും.
ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശം ഇളകിയതുകൊണ്ട് ഭൂമിക്ക് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്ത വാക്കുകളെല്ലാം കറക്റ്റാണ്. നോക്കിപ്പാർത്തു എന്ന് പറഞ്ഞാൽ ഒരു വാച്ച്മാൻ ഒരു ടവറിന്റെ മുകളിൽ ഇരുന്ന് കാര്യങ്ങളെ 24 മണിക്കൂറും വീക്ഷിക്കുന്നത് പോലെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ പ്രത്യേക ലെൻസിലൂടെ ഇതിങ്ങനെ നോക്കി പാർത്തിരിക്കുകയാണെന്ന് ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് ഈശോ മശിയ ഒരു വ്യാഖ്യാനവുമില്ലാതെ മനസ്സിലാകത്തക്കവണ്ണം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണിത്. എന്താ ഇവർ നോക്കി പാർക്കുന്നത്? ആകാശം പൊളിയാൻ പോകുന്നുവെന്ന്, ആകാശം തകരാൻ പോകുന്നുവെന്ന്, അങ്ങനെ തകരുമ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ട് നോക്കി പാർത്തിട്ട് ഒടുവിലത്തെ വാചകം ശ്രദ്ധിക്കൂ, മനുഷ്യർ നിർജീവന്മാരായി പോവുക, പേടിച്ച് മരിച്ചു പോവുക. ഈ പ്രവചനങ്ങൾ ഇതിനകത്ത് പറഞ്ഞതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരുവിധം ചിന്തിക്കുന്നവരെല്ലാം ഭയത്തിന്റെ കീഴിലാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നു. മനുഷ്യൻ ആശ്രയിക്കാൻ ഒന്നുമില്ലാതെ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, കാര്യങ്ങളെ ഇനിയെങ്കിലും നാം അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും, നമുക്ക് വലിയ അബദ്ധം സംഭവിക്കും. നിങ്ങൾ ഒരു കപ്പലിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ലൈഫ് ബോട്ട് റെഡിയാണോ നോക്കും. നിങ്ങൾ ഒരു സ്കൂട്ടറിലാണ് പുറപ്പെടുന്നതെങ്കിൽ സ്റ്റെപ്പിന് ടയർ ഉണ്ടോ നോക്കും. ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിക്ക് അഥവാ തീ പിടിച്ചാൽ ആ തീ കെടുത്താനുള്ള സംവിധാനം ആ കമ്പനിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ അതിന് അനുവാദം തരത്തുള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗം എല്ലായിടത്തും ആളുകൾ കണ്ടുവച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ, പെട്ടെന്നൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ, പെട്ടെന്ന് കപ്പലിന് അപകടം പറ്റിയാൽ, പ്ലെയിനിന് അപകടം പറ്റിയാൽ, കാറിന് അപകടം പറ്റിയാൽ പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാതെ ഇപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഒരു ചോദ്യം, പെട്ടെന്ന് ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, പെട്ടെന്ന് ഈ ആകാശത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ എവിടെ നിങ്ങൾ രക്ഷപ്പെടും? രക്ഷയ്ക്ക് എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ? അതാണ് ഈ വിളിച്ചു പറയുന്നത്. രക്ഷയ്ക്കുള്ള മാർഗം യേശു ക്രിസ്തു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്ന സഹോദരി, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നോഹയുടെ കാലത്ത് ഒരു പെട്ടകമുണ്ടായിരുന്നു. അന്ന് ദൈവം പറഞ്ഞത് രക്ഷപ്പെടാനുള്ളവർ ഈ പെട്ടകത്തിൽ കയറട്ടെ. ലോത്തിന്റെ കാലത്ത് ഒരു പർവ്വതമുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ളവർ ഈ പർവ്വതത്തിലേക്ക് പോകട്ടെ. ദൈവം ഒരു ന്യായവിധി അയക്കുന്നതിന് മുൻപ്, ഒരു അപകടമുണ്ടാകുന്നതിന് മുൻപ് ഒരു രക്ഷാമാർഗം, ഒരു ലൈഫ് ബോട്ട് ദൈവം തരാതിരിക്കത്തില്ല. ദൈവം നീതിമാനാണ്. ശ്രദ്ധിക്കൂ സുഹൃത്തെ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരാൻ പോണ ന്യായവിധിക്ക് മുൻപ് ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി ഒരു രക്ഷാമാർഗം ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ തലമുറയിൽ ഒരു വലിയ വിപത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ലൈഫ് ബോട്ട് ദൈവം തന്നിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മാനവ കുടുംബത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ കാരിരുമ്പാണികൾക്ക് കൈകാൽ ഏൽപ്പിച്ചു കൊടുത്ത് രക്തം ചിന്തി മരിച്ച ദൈവപുത്രനുള്ള വിശ്വാസമാണ് ഈ നശിക്കാൻ പോകുന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ഈ സത്യം നിങ്ങളോട് പറയുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി.
കാരണം നാളെ ഇത് അറിഞ്ഞില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും വായിക്കാം. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. മനുഷ്യർ നിർജീവന്മാരാകും. അതെ, ഇത് പ്രതീക്ഷിച്ചുകൊള്ളുക. ഇതൊരു 20 കൊല്ലമായി ഈ കാര്യം ആളുകൾ സംസാരിച്ചു തുടങ്ങി. പക്ഷേ സാധാരണക്കാരുടെ ഭാഷയിൽ ഇത് വരുന്നില്ല. ഓസോൺ ലെയറിനെ കുറിച്ചോ അൾട്രാ വയലറ്റ് രശ്മിയെ കുറിച്ചോ സാധാരണക്കാരൻ സംസാരിക്കാറില്ല. കാരണം സാധാരണക്കാരൻ അതൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷെ അറിഞ്ഞില്ല എന്ന ഓർത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. സുനാമിയെ കുറിച്ച് എനിക്കൊന്നും അറിയാമല്ല, അതുകൊണ്ട് സുനാമി വന്നാൽ ഞാൻ മരിക്കുകയില്ല എന്ന് പറയുന്നത് മാനസികമായി ബോധമില്ലാത്ത ഒരാളെന്ന് ആളുകൾ പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കരമായ പുക നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു, കാർ മുമ്പോട്ട് പോകരുത്, പോയാൽ നിങ്ങൾക്ക് വഴി കാണാൻ പറ്റി. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഇടിക്കും. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്, പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അറിഞ്ഞില്ല എന്ന കാരണത്താൽ അതൊരു ഒഴികഴിവല്ല. അറിവില്ലായ്മ ഒരു എക്സ്ക്യൂസ് അല്ല, ഒഴികഴിവല്ല. ഈ രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ലംഘിച്ചു നോക്കണം, അപ്പോൾ അറിയാം അതിന്റെ ഗുണം. ഞാൻ വിശദീകരിക്കാം. ഇലക്ട്രിക് പോസ്റ്റൽ കയറി കമ്പിയെ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളൊന്നും അറിയാൻ മേലാത്ത നിഷ്കളങ്കനായ മനുഷ്യനാ. പക്ഷെ നിങ്ങൾ അതിൽ കയറി പിടിച്ചാൽ വിഷയം അതുകൊണ്ട് അവസാനിച്ചു. പിന്നെ നിങ്ങൾ ഇറങ്ങി വരില്ല. നിങ്ങൾക്ക് അറിയില്ല എന്ന കാരണത്താൽ നിങ്ങൾ പൊള്ളാതിരിക്കുകയില്ല, നിങ്ങൾ രക്ഷപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ആത്മീയ കാര്യത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെ പിടിവാശി വയ്ക്കുന്നു? ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊരു പുസ്തകം ഈ വിഷയത്തിൽ ആർക്കും ഒരു ഗൈഡൻസും കൊടുക്കുന്നില്ല. എല്ലാം ഈ ഭൂമിയിൽ തട്ടി ഉരുട്ടി പോകുവാനുള്ള മതങ്ങളും മാർഗങ്ങളുമേ എല്ലാവരും പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ രോഗം മാറാനും ഇവിടെ കടഭാരം മാറാനും ഒക്കെയുള്ള ഓരോ കാര്യസാധ്യത്തിന്റെ മാർഗം ഓരോ ദിവസം പത്രമെടുത്ത്, വിശേഷാൽ മനോരമ പത്രമെടുക്ക്, ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഉപകാര സ്മരണ. ഞാൻ ഈ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് വന്ന കത്തിനകത്ത് ഒരാള് ഒരു കൊച്ചു കുറിപ്പ് വിട്ടിരിക്കുന്നു. എന്തോ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഉപകാര സ്മരണ, പേരും ഒന്നുമില്ല. അതെങ്ങനെയോ നമ്പർ മാറിയോ കത്ത് മാറിയോ ഇവിടെ വന്നതാണ്. അയ്യോ, മനുഷ്യൻ ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. മതങ്ങളെല്ലാം തന്നെ ഈ ഉദ്ദിഷ്ട കാര്യസാധ്യമാ. ഏത് ഉദ്ദിഷ്ട കാര്യം? കത്തിപ്പുകയാൻ പോകുന്ന ഈ ഭൂമിക്കകത്ത് എന്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം? തീ പിടിച്ചിരിക്കുന്ന കപ്പലിൽ നിങ്ങൾ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഭയപ്പെടുത്താൻ പറയുകയല്ല. സുവിശേഷം സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സുവിശേഷകനെങ്കിലും സത്യം പറയണമല്ലോ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ഇന്നത്തെ ഈ വചനം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പലപ്പോഴും ഞാൻ ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്കൊരു തീരുമാനമെടുത്തിട്ട് പ്രാർത്ഥിച്ചുകൂടെ? നാം ധൃതിയുള്ളവരാണ് എപ്പോഴും. അല്ലെങ്കിൽ ധൃതി കൂടാതെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ധൃതി എടുക്കാതെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ഇത് തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു സുരക്ഷിതത്വമാണോ പ്രതീക്ഷ? നിങ്ങൾ ഈ യേശുവിനെ വിളിച്ചത് എന്തിനാ? ഇവിടെ 10 ഏക്കർ റബ്ബർ തോട്ടം കൂടെ മേടിക്കാനാണോ? നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടാപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് എന്തിനാ? കൊച്ചിന് ജോലി കിട്ടാനാണോ? വളരെ നല്ല കാര്യം, ജോലി കിട്ടും, പ്രാർത്ഥിച്ചാൽ യേശു ഇതൊക്കെ തരും. പക്ഷെ ഇവിടെ തീ പിടിക്കാൻ പോകുന്നു, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയോ? ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നു, ഭൂമിയും അതിലെ പണികളും വെന്തുപോകാൻ പോകുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇത് ബൈബിൾ വാക്യമായി പറയുന്നേ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. പ്രിയപ്പെട്ടവരെ,
ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? നമുക്ക് പ്രാർത്ഥനയ്ക്കായി വരൂ. കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങളാ ഇരിക്കുന്ന വീട്ടിൽ പറ്റുമെങ്കിൽ മുട്ടുകുത്തൂ. കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിക്കൂ. കർത്താവിന്റെ കുരിശുമരണത്തിലെ യാഗത്തിലെ വീണ്ടെടുപ്പ് സ്വന്തമാക്കൂ. തീർന്നില്ല. ഇനിയുള്ള ജീവിതം ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്ക്. അവന്റെ സാക്ഷിയായി, അവന്റെ മകനായി, അവന്റെ വചനം പ്രമാണിച്ച് ജീവിക്കാൻ തീരുമാനിക്ക്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ തീരുമാനത്തിന്റെ ദിവസമാണ്. ഈ ഡേറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഞാനൊരു തീരുമാനമെടുത്തു എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്ന ദിവസമാണ് ഇന്ന്. മറക്കണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന സമയമാണിത്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കൂ. പല വീടുകളിൽ ഇരുന്ന് വചനം കേട്ട സഹോദരി, സഹോദരൻ, മാതാവ്, പിതാവ്, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തീരുമാനം ദൈവം കാണുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം ദൈവം കാണുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ സാരമില്ല. ഹൃദയത്തിലെ ആഗ്രഹം, ആ ചലനം, ആ സ്റ്റെപ്പ് സ്വർഗം കാണുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കൂ. കർത്താവായ യേശുവേ, അവിടുത്തെ വചനം അതുപോലെ അനുസരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വചനത്തിന്റെ സത്യങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. അങ്ങേ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി ഞാനിതാ സ്വീകരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു.